ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് അഖിനും ജിന്നും കൂടെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരുമിച്ചായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ അഖിൻ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ജിന്ന് അവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരതും കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ടൈമിനാണ് ജിന്ന് പുതിയ വീട് റെഡിയാക്കുന്നതിൻ്റെ നോക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്, നാളെ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അഖിനും എങ്കിൽ ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീടിൻ്റെ ഫോട്ടോയും സംഭവങ്ങളും ഇൻവിറ്റേഷനൊക്കെ ഇരുന്നത് എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം തന്നെ ജൂഡി എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് അവർ ഡേറ്റിങ്ങിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കോമൺ പീപ്പിൾസ് ഇവരൊക്കെ തന്നെ മോശം പറയും, നല്ലത് പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ. ഈ ഒരു ന്യൂസ് ജിന്നും അഖിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിന് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയം അവർ രണ്ടുപേരും പറയുന്നുണ്ട് ജൂഡിയുടെ ലൈഫിലേക്ക് വെറുതെ ആൾക്കാർക്ക് കയറിപ്പോകേണ്ട ആവശ്യമില്ല, കാരണം അതവരുടെ പ്രൈവറ്റ് ലൈഫാണ്. അതിലെന്തിനാണ് ഇങ്ങനെ ആൾക്കാർ കയറിപ്പോകുന്നത്, അവർക്ക് അവരുടേതായ പ്രൈവസി ഇല്ലേ എന്നൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെപ്പോഴും ഇങ്ങനെ കാണുന്ന പോലെ തന്നെ റിയൽ ലൈഫിലായാലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ന്യൂസ് തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജിന്നിൻ്റെ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയായ സിഗ്മ എൻ്റർടൈൻമെൻറ്റ് കമ്പനി കാണിക്കുമ്പോൾ അവിടെ ജിന്നിൻ്റെ അസിസ്റ്റൻറ്റും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മാനേജറും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, അഖിൻ്റെയും ജിന്നിൻ്റെയും ലീക്കായ ഫോട്ടോ അത് എങ്ങനെയൊക്കെയോ ജെയ്ഡും എല്ലാവരും ഒഴിവാക്കിയതാണ്. എന്നാൽ ഇപ്പോൾ ആ ലീക്കായ ഫോട്ടോ ഈ ഒരു കമ്പനിയിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ജിന്നും അഖിലും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. പക്ഷെ അവിടുത്തെ മാനേജർ ജെയ്ഡ് ചെയ്ത പോലെ അതിനെ ഒഴിവാക്കി കളയുകയൊന്നുമല്ല ചെയ്തത്. പകരം ആ ഒരു ഫോട്ടോ അങ്ങ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരാൾക്ക് പൈസ കൊടുത്ത് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഒരു മാഗസീൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ജിന്നും അഖിനും ജോണിയും നാരും കൂടെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. ഫോട്ടോസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ജോണിയും നാരും അങ്ങ് പോകുന്നുണ്ട്. ജിന്നിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെയാണ് ഈ ഒരു ഫോട്ടോസ് ലീക്കാവുന്നത്. അവിടെ ഫോട്ടോസ് എടുക്കാൻ നിന്ന ആൾക്കാരും അവിടെ വർക്ക് ചെയ്യുന്ന സെറ്റിലുള്ള എല്ലാവരും തന്നെ ഇത് കാണുന്നുണ്ട്. അഖിനും അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ന്യൂസ് അറിയുന്നുണ്ട്. അതിൽ ജിന്നിൻ്റെ മുഖം കറക്റ്റല്ല, കുറച്ച് ബ്ലർഡാണ്. അതുകൊണ്ട് തന്നെ അത് ജിന്നാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും എല്ലാവരും ഊഹിച്ച് അത് ജിന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അഖിൻ്റെ മുഖം ക്ലിയർ ആയതുകൊണ്ട് തന്നെ അത് അഖിനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കൂടെയുള്ള ആൾ ജിന്നാണെന്നാണ് പലരുടെയും സംശയം. എന്നാരും ഉറപ്പിച്ച് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറങ്ങി കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അഖിനാണെങ്കിൽ ജെയ്ഡിനെ പോയി മീറ്റ് ചെയ്തിട്ട് താൻ കാരണമാണ് ഈ ഫോട്ടോസൊക്കെ ലീക്കായത്, സോറി, താനും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജെയ്ഡപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നിനക്ക് മാത്രമല്ല ഇപ്പം ജിന്നിനും പ്രശ്നമാണ്, നമുക്ക് കേസിന് പോകാൻ പറ്റത്തില്ല, കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നീയാണ് ആ ഫോട്ടോയിലുള്ളതെന്ന് സമ്മതിക്കണം, പിന്നെ കൂടെയുള്ള ആൾ ജിന്നാണെന്ന് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ സംസാരം നടക്കുന്നുണ്ട് നീയും ജിന്നും ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ജിന്നിനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന്. അതുകൊണ്ട് ജിന്നാണെന്ന് സമ്മതിച്ചു കൊടുക്കാനും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീ അവനൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും, ഞാനും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ സിഗ്മ കമ്പനി ആയിരിക്കത്തില്ലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജെയ്ഡ് എനിക്ക് തോന്നുന്നില്ല, അത് അവരാവാൻ സാധ്യതയുണ്ട്. കാരണം നിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നീ ജിന്നിൻ്റെ പേര് പറയത്തില്ലെന്നും അവന് പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്നും അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൻ അവരുടെ കമ്പനിയിൽ ആർട്ടിസ്റ്റായിട്ട് പോലും ഈ ഒരു ഫോട്ടോ അവർ ലീക്കാക്കിയത്. എൻ്റെ മനസ്സിൽ സിഗ്മ എൻ്റർടൈൻമെൻറ്റ് കമ്പനി തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിനും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡ് നീയും ജിന്നും എന്തായാലും ഒന്ന് സൂക്ഷിച്ചേക്ക്, ഇപ്പം നിനക്ക് മാത്രമല്ല അവനും നല്ല പ്രശ്നത്തിലാണെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഖിനാണെങ്കിൽ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് ചെല്ലുന്നതാണ്. അവിടുത്തെ വെൻഡിങ് മെഷീനിൽ നിന്ന് അവനാണെങ്കിൽ അവന് ഇഷ്ടമുള്ള ചോക്ലേറ്റ് മിൽക്ക് എടുത്ത് വരുന്ന ടൈമിനാണ് അവിടെ തൊട്ടടുത്തുള്ള ബെഞ്ചിൽ തന്നെ ഈ ഫോട്ടോസ് ലീക്കാക്കിയ ആളിരിപ്പുണ്ടായിരുന്നു. അയാൾ അഖിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് തന്നെയാണ്. അഖിനങ്ങനെ ആ ഒരു ചോക്ലേറ്റ് മിൽക്ക് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ ഫോട്ടോസ് ലീക്കായതിനെ പറ്റി അയാൾ സംസാരിക്കുകയാണ്. ആ സമയം അഖിന് മനസ്സിലാകുന്നുണ്ട് ഇയാളാണ് ലീക്കാക്കിയെന്ന്. അങ്ങനെ അഖിനാണെങ്കിൽ അയാളെടുത്ത് താൻ എന്തിനാണോ ഇങ്ങനെ ചെയ്തത്, പൈസയ്ക്ക് വേണ്ടിയിട്ട് താൻ എന്തും ചെയ്യുമോ, എന്തായാലും സിഗ്മ കമ്പനി ആയിരിക്കത്തില്ലല്ലേ തന്നെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അയാൾ അവരങ്ങനെ ചെയ്യത്തില്ല എന്നിങ്ങനെ അയാളും കള്ളം പറഞ്ഞിട്ട് എൻ്റെ ഇനിയും കുറേ ഫോട്ടോസ് ഉണ്ട്, ഞാൻ ഒന്ന് ശ്രമിച്ചാൽ അതിപ്പോൾ തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. ആ സമയം തനിക്ക് എന്താണോ വേണ്ടത്, കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ലൈഫ് താൻ നശിപ്പിക്കാൻ നോക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ അങ്ങനെ ഒരാളുടെ ലൈഫ് നശിപ്പിക്കാൻ നോക്കത്തില്ല. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ടോപ്പ് ആക്ടേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് റിലേഷനിലാണെന്ന് അറിഞ്ഞാൽ അതൊക്കെ എനിക്ക് ആൾക്കാരെ അറിയിക്കണമെന്ന് തോന്നിപ്പോവും. പിന്നെ ഇതിനാണെങ്കിൽ നല്ല പൈസയും കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തനിക്ക് വേറെ എന്താ വേണ്ടത്, ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ ഞാൻ വേണമെങ്കിൽ ഇനിയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതിരിക്കാം, പക്ഷേ അതിന് പകരമായിട്ട് നീ എനിക്ക് എന്താ തരേണ്ടതെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അഖിൻ്റെ ബോഡിയിലോട്ട് അയാളൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അഖിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ നീയാണെങ്കിൽ അതിന് സമ്മതിക്കോ ഇല്ലേന്ന് നീ പറ, ആലോചിക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം തരാം, ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്.
അതിനുശേഷം അഖിൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ടി വി ഇടുമ്പോൾ അതിൽ ജിന്നും ജിയുടെയും ഒരുമിച്ച് അഭിനയിക്കുന്ന സീരീസിൻ്റെ ജിന്ന് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ ജെയ്ഡാണെങ്കിൽ അഖിനോട് നിൻ്റെ ഈ പ്രശ്നം കാരണം ജിന്നു ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അതാലോചിച്ചിട്ട് അവനൊരു തീരുമാനം എടുത്ത ശേഷം ജിന്നിനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജിന്നാണെങ്കിൽ നൈറ്റ് ആകുമ്പോൾ ഇവനെ കാണാനേ വരികയാണ്. ആ സമയം അഖിൻ്റെ അടുത്ത് എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത്, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നീ പേടിക്കണ്ട, ആ ഫോട്ടോസ് ലീക്കായ പ്രശ്നത്തിൽ നീ വിഷമിക്കുന്നു വേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ജിന്നിനോട് നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജിന്നിന് മനസ്സിലാവുന്നുണ്ട് അവനത് മനഃപൂർവ്വം പറയുന്നതല്ലാന്ന്. അങ്ങനെ ജിന്ന് എന്ത് പറ്റിയ കാര്യം, എന്താ പ്രശ്നം, നീ ഇത് വെറുതെ പറയുന്നതല്ലേ, എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അഖിൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ആവാൻ തന്നെ പറയുമ്പോൾ ജിന്നത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവനാണെങ്കിൽ ഇല്ല, എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടാണ് നീ ബ്രേക്കപ്പ് ആവാൻ പറയുന്നതെന്ന് എനിക്കറിയാം, സത്യം പറയാനായിട്ട് പറയുമ്പോൾ അഖിനാണെങ്കിൽ അങ്ങനെ സത്യം പറയാനായിട്ടൊന്നുമില്ല, എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു, അത്ര തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജിന്ന് നല്ല കരച്ചിൽ വരുന്നുണ്ട്. എന്നാലും അഖിനാണെങ്കിൽ പിടിച്ച് നിന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഇമോഷൻസ് പുറത്ത് കാണിക്കാതെ തന്നെ ബ്രേക്കപ്പ് ആവാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം അവസാനമായിട്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്ന്. അങ്ങനെ അതിനുശേഷം അവരുടെ നേരെ ജിന്നിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് അവർ ബ്രേക്കപ്പ് ആവുന്നത് കൊണ്ട് തന്നെ അവസാനമായിട്ട് ഒരുമിച്ചുണ്ടായിരിക്കുന്ന മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. എന്നാൽ ജിന്നിനാണെങ്കിൽ എന്തോ പറ്റുന്നില്ല. അങ്ങനെ അവരാണെങ്കിൽ കിസ് ചെയ്യുന്ന ടൈമിന് ജിന്ന് ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് ഇത്തിരി പോലും വില തരുന്നില്ലേ എന്ന്. ആ സമയം അഖിനാണെങ്കിൽ ഞാൻ നിനക്ക് വിലയെ തന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ അഖിന് വിഷമമുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിക്കുന്നില്ല. കണ്ണീര് വരുന്നുണ്ടെങ്കിലും ജിന്ന് കാണാതെ അവനത് മറയ്ക്കുന്നുണ്ട്. അഖിൻ അതും കൂടെ പറയുന്നേക്കുമ്പോൾ ജിന്നിനങ്ങ് ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ അവർ പിന്നീട് ഇൻറ്റിമേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ ഉറങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിന് അഖിൻ പോകാനായിട്ട് ഇറങ്ങുന്ന സമയം ആ ഒരു ഫോട്ടോസൊക്കെ ലീക്ക് ചെയ്ത ആളവൻ കോൾ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡീലിന് ഞാൻ റെഡിയാണ്, നിങ്ങളാണെങ്കിൽ പക്ഷേ ഇനി ഒരു ഫോട്ടോസ് പോലും പോസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അയാളും ഓക്കെ, നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അഖിൻ ജിന്നിൻ്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവാണ്. ജിന്ന് ആക്ച്വലി ഉറങ്ങുന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ജിന്ന് ഉണർന്ന് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ജിന്നിനും നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അങ്ങോട്ട് ജിന്നും ജൂഡിയും തമ്മിലുള്ള ആ ഒരു ഷിപ്പിങ്ങും പിന്നെ ആ സീരീസും കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര ഹിറ്റായി പോകുന്നതാണ്. അഖിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഫുള്ള് ഡ്രിങ്ക് ചെയ്തിട്ട് ജെയ്ഡിൻ്റെ ഓഫീസിൽ വന്ന് കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ ജെയ്ഡ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ഫുള്ള് കുളമാക്കിയിട്ടേക്കുന്ന കാണുമ്പോൾ അഖിൻ്റെ അടുത്ത് നീ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയേക്കുന്നത്, നീ നന്നായിട്ട് കരയെ വല്ലതും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഖിനാണെങ്കിൽ ഞാനെന്തിനാണ് കരയുന്നത്, ഞാനെന്താ കൊച്ചു കുട്ടിയല്ലോണം, അതിന് ഇവിടെ കരയാൻ മാത്രം എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡ് ആ ഫോട്ടോസിൻ്റെ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ നീ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ഇനി ആ ഫോട്ടോസൊന്നും ഇതിന് പുറത്ത് ഇറങ്ങത്തില്ല, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജെയ്ഡിന് എന്തോ സംശയം തോന്നിയിട്ട് അതെന്താ ആ ഫോട്ടോസ് ലീക്ക് ചെയ്ത ആളെ നീ മീറ്റ് ചെയ്തോ, അയാളുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അഖിൻ ആദ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജെയ്ഡിനെ കാര്യം മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ ആ ഡീൽ വെച്ചു, അത് പിന്നെ അയാളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ നിങ്ങൾ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജെയ്ഡാണെങ്കിൽ നീ എന്ത് പണിയായി കാണിച്ചേ, അതൊക്കെ വിട്ടിട്ട് നീയാണെങ്കിൽ ആ ഡീൽ ക്യാൻസൽ ചെയ്തിട്ട് സത്യങ്ങളെല്ലാം പോയി ജിന്നിനോട് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ഇല്ല, ജിന്നിനെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കി, ഞാൻ കാരണം അവനും കൂടെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജെയ്ഡാണെങ്കിൽ എന്ന് വെച്ചിട്ട് നീ എന്തിനും അങ്ങ് സമ്മതിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് അഖിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് കിസ് ചെയ്യാൻ പോകുന്നവരെ ചെല്ലുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ കിസ് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവന് നല്ല പേടിയായിട്ട് കരയുന്നൊക്കെയുണ്ട്. ആ സമയം ജെയ്ഡ് ഇങ്ങനെ പേടിച്ച് കരയുന്ന നീയാണോ അയാളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പോകുന്നത്, നീയാണെങ്കിൽ എന്താലോചിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അഖിനാണെങ്കിൽ ജിന്നിൻ്റെ കരിയർ ഇനിയും കുറേ മുന്നിൽ കിടപ്പുണ്ട് പോകാനായിട്ട്, എന്നാൽ എൻ്റെ കരിയർ ഇവിടെ അവസാനിക്കാറായി, എനിക്കിത് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ജെയ്ഡ് അഖിനോട് ഇതിനു മുമ്പേ എല്ലാ കാര്യത്തിനും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്ന ഈ ഒരു കാര്യം നിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞെന്നോ അങ്ങനെയൊന്നും നീ വിചാരിക്കരുത്, നീ ഇപ്പോഴും നല്ല ബെസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആക്ടർ തന്നെയാണ്, അതുകൊണ്ട് നീ ആ ഡീലിന് സമ്മതിച്ച് കൊടുക്കരുത്. ഒരാളെ ലവ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, സത്യം പറഞ്ഞ ജിന്നുമായിട്ട് ഇഷ്ടത്തിലായപ്പോഴത്തേക്കും നിൻ്റെ കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയോ, നിൻ്റെ ബോധം പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ നീ ആരെയും ലവ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ജെയ്ഡ് ലവ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ ജെയ്ഡൊന്ന് സൈലൻ്റായിട്ട് ഒരു ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ ടേബിളിലൊരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു, ജെയ്ഡും മറ്റൊരു പയ്യനും. എന്നാൽ ആ ഫോട്ടോയിൽ ആ ഒരു പയ്യൻ തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ പയ്യൻ്റെ മുഖം നേരെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ജെയ്ഡാണെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ നോക്കിയ ശേഷം അഖിൻ്റെ അടുത്ത് നീ അങ്ങനെ എൻ്റെ ലവിൻ്റെ കാര്യമൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അതൊക്കെ നീ വിട്ടുകള, എന്തായാലും ആ ഡീലിൻ്റെ കാര്യം അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്, അയാളെ വിളിച്ച് പറയാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഖിനാണെങ്കിൽ ജെയ്ഡിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ആ സമയം ജോണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോണി അഖിൻ്റെ അടുത്ത് 5 മിനിറ്റ് കൊണ്ട് നിൻ്റെ കരിയറെല്ലാം പോയി കിട്ടിയല്ലേ, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പറയാം, സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ
ജിന്നാണെങ്കിൽ ഇനി അങ്ങനെ ഒരു ഫോട്ടോസ് ഇറങ്ങത്തില്ല, കാരണം ഞാനും ജിന്നും ഇനി ഒരിക്കലും മീറ്റ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോണി ആണെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്യാതിരിക്കാൻ നിനക്ക് പറ്റുമോ, എന്ത് പറ്റി, നീ അവനും ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് അതൊരു ജിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നാൽ ജിന്ന് ഒരു മൈൻഡ് പോലും ആക്കാതെ അങ്ങ് പോകുന്നുണ്ട്. ആ സമയം അഖിലും അങ്ങ് നടന്നു പോവാണ്. അങ്ങനെ ജോണി ജിന്നിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നീ അഖിലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജിന്ന് അത് നീ അറിയേണ്ട ആവശ്യമില്ല, നീ അത് വിട്ട് കളയാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് ലിഫ്റ്റിൽ നിന്ന് ജൂഡിയും പിന്നെ നാരും ഇറങ്ങി വരുന്നുണ്ട്. ജൂഡിയും ജിന്നും ഭയങ്കര ക്ലോസ് ആയിട്ടായിരുന്നു ഇപ്പോൾ പെരുമാറുന്നത്. ജൂഡിനെ കാണുന്നത് ജിന്ന് നീ വന്നോ, നിൻ്റെ പെർഫ്യൂമൊക്കെ ചേഞ്ച് ചെയ്തോ, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൈയും പിടിച്ച് പോകുന്നുണ്ട്. ആ സമയം നാരു വന്നിട്ട് നോക്കിക്ക് അവർ ഒരുമിച്ച് നടക്കുന്നത്, അവർ തമ്മിൽ എന്ത് കെമിസ്ട്രിയാണ്, എനിക്കും അങ്ങനെ ആരെങ്കിലും വേണോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോൺ നാരുവിൻ്റെ അടുത്ത് വന്നിട്ട് നാരു ജിന്നും അഖിലും തമ്മിൽ ശരിക്കും എന്തോ ഇല്ലേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത അഖിലിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ സിന്നിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സിന്നും അവൻ്റെ വൈഫും പിന്നെ മോളും അവിടെ ഉണ്ട്. അങ്ങനെ സിന്നിൻ്റെ വൈഫ് ഫുഡൊക്കെ കൊണ്ടുവയ്ക്കുന്ന ടൈമിൽ ടി വിയിൽ ജിന്നിനെയും ജൂഡീനെയായിരുന്നു കാണിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും അവർ തമ്മിൽ ഡേറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കാരണം ജൂഡി അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞതാണ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇപ്പോൾ ജിന്നും ജൂഡിയും തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടെന്നും അവർ തമ്മിൽ ഡേറ്റിംഗ് ആണെന്നും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ് ആയാലും ഒരേ സ്ഥലത്ത് നിന്ന് എടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ടി വി കാണിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അഖിലിൻ്റെ മുഖം മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് മനസ്സിലായിട്ട് സിന്നാണെങ്കിൽ ചാനൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റിമോട്ട് വർക്കാവുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ടി വി ഓഫാക്കുമ്പോൾ സിന്നിൻ്റെ വൈഫ് വന്നിട്ട് ടി വി ഇടുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിന്നെ ആക്ഷൻ കാണിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. സിന്നിൻ്റെ വൈഫിന് കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവളും പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ സിന്നിൻ്റെ മോളാണെങ്കിൽ അഖിലിൻ്റെ അടുത്ത് എന്ത് പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അഖിലാണെങ്കിൽ ഒന്നുമില്ല നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അഖിലും പിന്നെ സിന്നിൻ്റെ വൈഫും പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം സിന്നിൻ്റെ വൈഫ് വെഡ്ഡിങ് റിങ് അവരുടെ കൈ ഇട്ടേക്കുന്ന കാണുമ്പോഴത്തേക്കും സിന്ന് ഇത് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അഖിൻ പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ വൈഫാണെങ്കിൽ അത് പിന്നെ സിന്ന് എപ്പോഴും ഓരോ സാധനങ്ങൾ കൊണ്ട് കളയും. അതുകൊണ്ട് തന്നെ വെഡ്ഡിങ് റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കളഞ്ഞു പോകാതിരിക്കാനായിട്ട് പുറത്ത് പോകുന്ന ടൈമിന് അവനെപ്പോഴും അത് അഴിച്ചു വയ്ക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ ഈ കല്യാണവും ഈ വെഡ്ഡിങ് റിങ്ങിനെ പറ്റി ഇങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ട് നീ ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള അവരുടെ പ്ലാനിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അഖിൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ, ഇപ്പോൾ തൽക്കാലത്തേക്ക് കല്യാണമൊന്നും ഇല്ല, ഞാനിപ്പോൾ എൻ്റെ കരിയറിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സിന്നിൻ്റെ വൈഫും ഞാനും നേരത്തെ അങ്ങനെയായിരുന്നു, എൻ്റെ കരിയറായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ ഞാൻ എൻ്റെ മനസ്സ് പറയുന്ന പോലെ കേട്ടു, സിന്നിൻ്റെ കല്യാണം കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരെ കാണിക്കാൻ മാത്രമുള്ളതൊന്നുമല്ല, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം സിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിന്നും അവരുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അഖിലിൻ്റെ അടുത്ത് റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്കും അതിൽ ഒരു ദിവസം ഹാപ്പി ആയിട്ടുള്ളതാണെങ്കിൽ മറ്റേ ദിവസം സങ്കടപ്പെടുന്ന ഒന്നായിരിക്കും. പക്ഷേ ആ ഒരു സങ്കടം ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതല്ല, രണ്ടുപേരും ഒരേപോലെ ഏറ്റെടുത്ത് സോൾവ് ചെയ്യേണ്ട ഒന്നാണ്. അല്ലാണ്ട് ഒരാൾ മാത്രം ഒറ്റയ്ക്കെടുത്ത് ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ടതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ അഖിലിന് ആ ഒരു ഫോട്ടോസ് ലീക്ക് ചെയ്ത ആൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് പിക്ക് ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിന്നിനെയും ജൂഡീനെയാണ്. അവരിപ്പോൾ അവർക്കൊരു ലൈവ് പരിപാടിയുണ്ട് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനി തന്നെ. അങ്ങനെ അതിന് പോകാനായിട്ട് അവരിങ്ങനെ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആ സമയം ഇവരുണ്ടിങ്ങനെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടായിരുന്നു നിൽക്കുന്നത്. ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ അഖിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കാണുന്നുണ്ടെങ്കിലും ഇവർ മൈൻഡാക്കുന്നില്ല, ഇവരങ്ങ് കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റ് മൂവ് ആവുന്ന ടൈമിന് ജൂഡി അഖിലിൻ്റെ അടുത്ത് എന്ത് പറ്റി അഖിലിപ്പോൾ വന്നത്, വർക്ക് ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അഖിൽ ഇല്ല, ഞാൻ ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ വന്നതാണ്, നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ലൈവ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ജൂഡി ജിന്നും കൂടി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ജൂഡി ആണെങ്കിൽ ജിന്നിൻ്റെ കവിളിലേക്ക് ഒരു കിസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അഖിൻ കാണുന്നുണ്ട്. അതിനുശേഷം ജൂഡി നടന്നു പോകുമ്പോൾ ജിന്ന് പോകുന്നതിന് പകരം അഖിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് കിസ് ചെയ്യാൻ പോകുന്നതിൽ അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി ചെല്ലുന്നുണ്ട്. ആ സമയം ജിന്നും അഖിനും മാച്ചിങ് ആയിട്ട് ഇട്ടുകൊണ്ട് നടന്ന മാല അതിപ്പോഴും ജിന്ന് അവൻ്റെ കഴുത്തിലിട്ടേക്കുന്നത് അഖിൻ കാണുന്നുണ്ട്. കാരണം അഖിൻ അവൻ്റെ മാല ജിന്നിനെ അവസാനമായിട്ട് കാണുന്ന രാത്രി ജിന്നിൻ്റെ റൂമിൽ അഴിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജിന്ന് ഇപ്പോഴും അവൻ്റെ മാല അതേപോലെ തന്നെ ഇട്ടേക്കുന്നതും അഖിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം ജിന്ന് അടുത്തേക്ക് കിസ് ചെയ്യാനായിട്ട് നല്ല ക്ലോസ് ആയി വരുന്നുണ്ട്. അഖിൻ തടയുന്നില്ല. ആ സമയം ജിന്ന് അവിടെ നോക്കിയിട്ട് എന്തു പറ്റി, ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നാണോ നീ വിചാരിച്ചത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ജിന്ന് അങ്ങ് നടന്നു പോവാണ്. അതിനുശേഷം പിന്നീട് ലൈവ് സ്റ്റാർട്ടാവുന്നുണ്ട്. അങ്ങനെ ജിന്നും ജൂഡിയും കൂടെ ആയിട്ട് ആ ലൈവിലിരുന്ന് സംസാരിക്കുന്ന ടൈമിൽ അഖിൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി താഴത്തെ ഫ്ലോറിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റിസപ്ഷൻ ഏരിയയിൽ ഒരു ടി വി ഇരിപ്പുണ്ട്. ആ ടി വിയിൽ ഇപ്പോൾ നടക്കുന്ന ആ ഒരു ലൈവായിരുന്നു പ്ലേ ആവുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ലൈവ് അവൻ കേൾക്കുന്നുണ്ട്. ആ ഒരു ലൈവിൽ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആങ്കർ ഇരുന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ജിന്നും ജൂഡിയും ശരിക്കും ഡേറ്റിംഗ് ആണോ എന്നാണ്. അതിലപ്പോൾ ജൂഡി ഇപ്പോൾ ഡേറ്റിംഗ് അല്ല, പക്ഷേ ഫ്യൂച്ചറിൽ എന്താവും പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്.
ഇതൊക്കെ കേട്ട് അഖിൻ പോകാൻ നിൽക്കുന്ന ടൈമിന് ജെയ്ഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഒറ്റയ്ക്കെല്ലാം നേരെയാക്കാൻ നിൽക്കണ്ട, നീ ഒരിടത്തും പോകണ്ടെന്ന് പറയുന്നുണ്ട്. അഖിൻ അപ്പം മാറി നിൽക്കുക, എനിക്ക് പോകണമെന്ന് പറയുന്ന ടൈമിന് ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും കാണിക്കുമ്പോൾ ജിന്നിൻ്റെ അടുത്തും ജൂഡിയുടെ അടുത്തും ഇപ്പോൾ ആങ്കർ മറ്റൊരു ഫാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ജിന്നും ജൂഡിയും തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന് തനിക്ക് തോന്നുന്നില്ല. കാരണം ജിന്ന് ആരുടെ കൂടെ വർക്ക് ചെയ്താലും അവരുമായിട്ട് നല്ല ക്ലോസ് ആണ്. അഖിനെയും ജിന്നിനെയും കണ്ടില്ലേ, അവർ നല്ല ക്ലോസ് ആയിരുന്നു. എന്നാൽ അഖിൻ്റെ ആ ഒരു ഫോട്ടോ ലീക്കായതിനു ശേഷം അഖിനും ജിന്നും തമ്മിൽ ക്ലോസ് അല്ല, നിങ്ങൾ എന്തെങ്കിലും വഴക്കായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ജിന്നിനോട് ചോദിക്കുന്നതും ഇതെല്ലാം ടി വിയിൽ ജെയ്ഡും പിന്നെ അഖിനും കാണുന്നുണ്ട്. ആ സമയം അഖിൻ ജിന്നിൻ്റെ മറുപടി എന്തായിരിക്കും എന്നിങ്ങനെ അറിയാനായിട്ട് നിൽക്കുന്ന സമയം ജിന്ന് പറയുന്നുണ്ട് ആ ഫോട്ടോയിലുണ്ടായിരുന്നത് അഖിനല്ല താനാണെന്ന്. ആ സമയം ആങ്കറും എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ടി വി കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അഖിനായാലും ഒന്ന് ഷോക്കായിട്ട് ജിന്ന് ഇതെന്താ പറയുന്നതെന്നുള്ള രീതിയിരിക്കുകയാണ്. ആ സമയം ആ ആങ്കർ അപ്പോൾ അതിലുണ്ടായിരുന്നത് അഖിനല്ല ജിന്നാണെങ്കിൽ ജിന്നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരാളായിരുന്നെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജൂഡി അത് ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം മൊത്തത്തിൽ എല്ലാവരും ഷോക്കാകുന്നുണ്ട്. ആ സമയം ജിന്നും ജൂഡിയും കൂടെ ആയിട്ട് അത് ആക്ച്വലി ഞങ്ങളുടെ ഡ്രാമയിലെ ഒരു സീനാണ്, അതിൻ്റെ ഫോട്ടോസാണ് ഇങ്ങനെ ലീക്കായത്, അത് അഖിനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എന്തുകൊണ്ടോ ഫാൻസ് എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആരോ പറഞ്ഞിട്ട് അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ശരിയാണ് അത് ജൂഡിയാണ് അഖിൻ്റെ ഫോട്ടോ എഡിറ്റഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അഖിനെ അൺഫോളോ ആക്കിയവരെല്ലാവരും അവനെ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എല്ലാം നടക്കുകയാണ്. ഇതേ ടൈമിന് ടി വിയിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അഖിനാണെങ്കിൽ ജിന്നെന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ആലോചിക്കുന്നുണ്ട്. ആ സമയമാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്, ജിന്നും ജൂഡിയും ജെയ്ഡും തമ്മിലുള്ളൊരു പ്ലാനായിരുന്നു ഇത്. അതിന് പകരമായിട്ട് ജിന്നും ജൂഡിയും തമ്മിൽ എന്തോ ഉള്ളതുപോലെ അവർ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അത് ജൂഡി തനിക്കതിന് പകരമായിട്ട് വേണമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം അഖിനാണെങ്കിൽ ഇപ്പം മനസ്സിലാക്കുന്നതേ ഉള്ളൂ. കാരണം ജെയ്ഡാണെങ്കിൽ അവർ തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെയ്ഡിൻ്റെ മുഖത്തിൽ നിന്ന് തന്നെ അഖിൻ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അഖിൻ കരയുന്നുണ്ട്, ജെയ്ഡിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ആ ലൈവെല്ലാം കഴിയുന്നുണ്ട്. ആൾക്കാരെല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഡ്രാമയിലൊരു സീനായിരുന്നു, അല്ലാതെ അഖിൻ്റെ ലീക്കായി ഫോട്ടോയൊന്നും അല്ലാന്ന്. ഇതേ സമയം സിഗ്മ എൻ്റർടൈൻമെൻറ്റ് കാണിക്കുമ്പോൾ അവിടുത്തെ മാനേജറും ആ ഫോട്ടോ ലീക്കാക്കിയ ആളും കൂടെ സംസാരിക്കുമ്പോൾ ഫോട്ടോ ലീക്കാക്കിയ ആൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. മാനേജർ അപ്പോൾ അയാളത് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ജിന്നിനെയും ജൂഡിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ലൈവൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ ജൂഡിയായിട്ട് അവർ തമ്മിൽ എന്തോ ഉള്ളതുപോലെ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ സെയിം കപ്പിൾ റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു റിങ് ഇപ്പോൾ ജിന്ന് അഴിച്ചു കൊടുക്കുമ്പോൾ ജൂഡിയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ റിങ് നിനക്ക് ശരിക്കും വേണമെന്ന് തോന്നിയാൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയം അഖിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു മോതിരം എടുത്ത് ജിന്നിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവരവിടെ വെച്ച് വീണ്ടും സെറ്റാവുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജൂഡിക്ക് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അഖിൻ ജിന്നിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീടാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്, അതൊരു ഫ്ലാഷ് ബാക്ക് സീനാണ്. 3 മാസം മുമ്പ് നടന്ന കാര്യമാണ്. അഖിനും ജിന്നും ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന ടൈമിന് അഖിനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റപ്പോൾ ജിന്ന് എണീക്കുന്നതിന് മുമ്പേ ജിന്നറിയാണ്ട് തന്നെ അവനൊരു മോതിരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ജിന്നിൻ്റെ വിരലിൻ്റെ സൈസ് അവൻ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മോതിരമാണ് ഇപ്പോൾ ജിന്നിൻ്റെ കയ്യിൽ അവൻ ഇട്ട് കൊടുത്തതും. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.